2025 മെയ് മാസം 16-ാം തീയതി ഉസ്ബെക്കിസ്ഥാനിലെ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു മാസവും 2 ദിവസവും, അതായത് 2025 ജൂൺ മാസം 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെ എംബസി ഓഫ് ഇന്ത്യ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത് എംബസി ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാനായിട്ട് പോകുന്നൊരു വിദ്യാർത്ഥി അവിടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിനെയും അതുകൂടാണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനീസിനെയും സെലക്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ എംബസി ഓഫ് ഇന്ത്യ ഇടാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറൻ്റ്ലി എംബസി ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ പല തരത്തിലുള്ള കംപ്ലയിൻസും എന്ത് ചെയ്തിട്ടുണ്ട്, കറൻ്റ്ലി എത്തുന്നുണ്ട്. സോ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉസ്ബെക്കിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലെ വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൂടെ ഞാൻ ബയോയിൽ ഇടുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും. സോ ലാസ്റ്റ് ഒരു 2 years ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ മെയിനായിട്ട് നടക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം വ്യാജ അഡ്മിഷൻ ലെറ്റർ കൊടുത്തിട്ട് പല വിദ്യാർത്ഥികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വിസിറ്റ് വിസയിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ പല സ്ഥലങ്ങളിൽ താമസിപ്പിക്കുകയും അതിനുശേഷം സ്റ്റുഡൻസിന് അഡ്മിഷൻ ലഭിക്കാണ്ട് സ്റ്റുഡൻസ് തിരിച്ച് ഡീപ്പോർട്ടായും ദെൻ ഫൈനൊക്കെ അടച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാണ്ട് പിന്നെ രണ്ടാമതുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഓതറൈസ്ഡ് അല്ലാത്ത പല കൺസൾട്ടൻസുകളും അത് കൂടാണ്ട് അവിടെ പഠിക്കുന്ന ചില സീനിയർ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലുള്ള കോൺട്രാക്ടേഴ്സ് അല്ലാണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പല കോൺട്രാക്ടേഴ്സ്, അതായത് പാകിസ്ഥാനിൽ നിന്നും അതുകൂടാണ്ട് ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ അവിടെ അഡ്മിഷൻ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻസ് കൊടുക്കുകയും അതിനുശേഷം ആ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള കംപ്ലയിൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് എംബസി ഓഫ് ഇന്ത്യ വളരെ നിഷ്കർഷമായി തന്നെ അവർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാനായിട്ട് പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ കോൺട്രാക്റ്റ് ഉള്ള കൺസൾട്ടൻസിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുമായി കോൺട്രാക്റ്റ് ഉള്ള ഒരു കൺസൾട്ടൻറ്റിനെ എങ്ങനെയാണ് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് 2 ചോയ്സസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംബസിൻ്റെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. ഓക്കെ, സോ ആ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉസ്ബെക്കിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ രണ്ടാമതുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ, മേ ബി ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കൺസൾട്ടൻറ്റ് എന്ത് ചെയ്തു, ആ ഒരു യൂണിവേഴ്സിറ്റി രജിസ്റ്റേർഡ് കൺസൾട്ടൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരുടെ താഴെ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറേയേറെ കൺസൾട്ടൻസ് ഇന്ത്യയിൽ നിന്ന് വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കേസിൽ നോക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു കൺസൾട്ടൻറ്റിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തുണ്ട്, അഡ്മിഷൻ ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഓതൻറ്റിക് ആണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയൊക്കെ മേടിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അയച്ചിട്ട് പ്രോപ്പർലി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കൺസൾട്ടൻറ്റ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രോപ്പർലി അഡ്മിഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളാണോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാതെയാണ് ചെയ്യുന്നത് എങ്കിൽ കറൻ്റ്ലി ഉസ്ബെക്കിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്തുള്ള പല കോൺട്രാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹോസ്റ്റൽസ്, മെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് കുറഞ്ഞ പൈസക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഹോസ്റ്റല്, മെസ്സ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ പഠിക്കുന്ന ഈ 3-4 വർഷം അല്ലെങ്കിൽ 5-6 വർഷത്തിലൊക്കെ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്ത്, അതായത് ഈ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ നേപ്പാളിൽ നിന്നൊക്കെയുള്ള കൺസൾട്ടൻറ്റുകളുമായി കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ വഴി അഡ്മിഷൻ എടുത്താൽ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ നമുക്ക് ക്യാൻവാസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ പോയിട്ട് നിൽക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യക്ക് പുറത്തുള്ള കൺസൾട്ടൻസിൻ്റെ ഹോസ്റ്റൽസിലോ അല്ലെങ്കിൽ അവരുടെ മെസ്സിൽ നിന്നൊക്കെ ആയിരിക്കും കഴിക്കാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റില്ല. ദെൻ അടുത്ത എംബസി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റുഡൻസ് അവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് ഹോസ്റ്റല്, മെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡീഷണൽ ആയിട്ട് പൈസ ചോദിക്കുന്നുണ്ട്, പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസ പറയുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതും ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് കേസ് കാരണം സംഭവിക്കുന്നതാണ്. കാര്യം സ്റ്റുഡൻസിനോട് കൃത്യമായ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറയാണ്ട് അവിടെ കൊണ്ടുപോയതിനു ശേഷം എന്ത് ചെയ്യും, സ്റ്റുഡൻസിനോട് അഡീഷണലി പൈസ ചോദിക്കും. സോ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായി കൃത്യമായി എന്താണ് ട്യൂഷൻ ഫീസ്, എന്താണ് ഹോസ്റ്റല്, എന്താണ് മെസ്സിൻ്റെ ചാർജസ്, അത് കൂടാണ്ട് എന്തെങ്കിലും 1 ടൈം ചാർജസ് വരുന്നുണ്ടോ, ദെൻ അവിടെ പോയതിനു ശേഷം വിസ എക്സ്റ്റൻഷൻ, രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് വരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് സ്ട്രക്ചർ എടുക്കുന്ന സമയത്തും അതിനകത്ത് ട്യൂഷൻ ഫീസ് മാത്രമായിരിക്കും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്.
സോ സ്റ്റുഡൻസ് നോർമലി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് കൂടാണ്ട് നമുക്ക് ഇന്ത്യയിലൊക്കെ ലീവ് ചെയ്യുന്ന പോലെ വളരെ 7,000-8,000 റുപ്യൊക്കെ ഒരു മാസം നമുക്ക് ലീവ് ചെയ്യാമെന്ന രീതിയിലായിരിക്കും അവർ പോകുന്നത്. സോ അവിടെ പോകുമ്പോഴായിരിക്കും അറിയുന്നത് അവിടെ നമുക്ക് ലിവിംഗ് കോസ്റ്റ് മിനിമം ഒരു 15,000-20,000 റുപ്യൊക്കെ വേണ്ടി വരും എന്ന രീതിയിലുള്ള ഒരു കാര്യം അവരറിയുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റുഡൻസിന് അവരുടെ ലിവിംഗ് കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും കംപ്ലയിൻസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എന്താണ് ലിവിംഗ് കോസ്റ്റ്, എന്താണ് ഹോസ്റ്റൽ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എക്സ്പെൻസസ് കൂടെ നിങ്ങൾ നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യൂണിവേഴ്സിറ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നോക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉസ്ബെക്കിസ്ഥാനിലെ ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അവിടെയുള്ള ഒരു പ്രൈവറ്റ് കോളേജിന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ പോയി അഡ്മിഷനെ എടുക്കേണ്ട എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ബിക്കോസ് ഇന്ത്യൻ എംബസി ഇട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ്. പ്രൈവറ്റ് കോളേജിൻ്റെ ഒറ്റ കോളേജുകളുടെ പേര് പോലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ പ്രൈവറ്റ് കോളേജസിൻ്റെ ക്വാളിറ്റീസ് മോശമാണ് എന്നുള്ളൊരു കാര്യം എംബസി ഓഫ് ഇന്ത്യക്ക് മനസ്സിലായി തുടങ്ങി എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉസ്ബെക്കിലെ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു സ്റ്റുഡൻറ്റ് എത്തിയതിനു ശേഷം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് എന്നും നമുക്ക് വിസ ലഭിക്കുന്നത് എവരി ഇയറിനാണ് എന്നും ഓരോ വർഷവും വിസ റിന്യൂവൽ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് എല്ലാ വർഷവും വിസ റിന്യൂവലിന് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാണ്ട് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ ബോഡിയിൽ നമ്മൾ രജിസ്ട്രേഷനും എടുക്കേണ്ടതായിട്ടുണ്ട്. സോ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, മിനിമം $1,000 വരെയൊക്കെ ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എംബസി ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ ക്ലിയർലി പറയുന്നുണ്ട്. സോ അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് വൺസ് എന്ത് ചെയ്തു, ഉസ്ബെക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ആളുടെ ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ഇവിടെയാണ് ഈ വിദ്യാർത്ഥി അടുത്ത് ഒരു വർഷം നിൽക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് 1 ഇയറിൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനിയില്ല അവിടെ നമ്മൾ 6 months ആണ് നിൽക്കുന്നതെങ്കിൽ 6 months രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ എടുത്തില്ല എങ്കിൽ ആ സ്റ്റുഡൻറ്റിന് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ കറൻ്റ്ലി ഈ പറയുന്ന വിസിറ്റ് വിസയിലൊക്കെ അവിടെ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് നടന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് വിസയിൽ പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റൽസിൽ രജിസ്ട്രേഷൻ പോസിബിൾ അല്ല. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ മാത്രമേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അതായത് സർവീസ് അപ്പാർട്ട്മെൻറ്റിലോ ഹോട്ടൽസിലോ ഒക്കെ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് എന്നാണ് മീനിങ്. ഓക്കെ, സോ ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഏതെങ്കിലുമൊക്കെ ഹോസ്റ്റലിലോ അവിടെ എവിടെയും കൊണ്ട് നിർത്തിയതിന് ശേഷം വേറെ ഏതെങ്കിലും ഹോട്ടൽസിൻ്റെ പേരും പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലായോ? അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 6-7 മാസം അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പെട്ട് കിടന്ന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഞാൻ പറയുന്നത് ഏത് കൺട്രി ആയാലും ഈ പറയുന്ന ഒരു പ്രാക്ടീസ് ഉസ്ബെക്കിസ്ഥാനിൽ മാത്രമല്ല നടക്കുന്നത്, പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ട് അവർ നിലകൊള്ളുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾ ഏത് കൺട്രിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് എങ്കിലും നിങ്ങൾ പോകുന്നതിന് മുമ്പായി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വ്യക്തിക്ക് ആ കോളേജുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർലി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ 100% എന്താകും, നിങ്ങൾ പ്രോബ്ലത്തിലാകും. ദെൻ രണ്ടാമത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, എനിക്കറിയുന്ന ഒരു ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട്, ആ ചേട്ടൻ എനിക്ക് സർവീസ് ചാർജ് ഇല്ലാണ്ട് അഡ്മിഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു, ആ ചേട്ടൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ ചേട്ടനോടൊപ്പം പോവാണ്, അല്ല ചേച്ചിയുടെ ഒപ്പം പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ചേട്ടനും ചേച്ചിയൊക്കെ അവിടെ പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരാണ്, അവർ അഡ്മിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനൊന്നും പോയിട്ടുള്ള ആൾക്കാരല്ല, ശരിയല്ലേ? സോ അത്തരത്തിലുള്ള വ്യക്തികളോട് ചേർന്നിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ, അഡ്മിഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒരു പ്രൊസീജിയേഴ്സിന് നിങ്ങൾ നിൽക്കാണ്ടിരിക്കുക. കാര്യം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള കോൺട്രാക്ടേഴ്സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആയിരിക്കും ഈ അഡ്മിഷൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഹോസ്റ്റൽ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഡിഡക്ഷൻസ് കിട്ടുന്നത്. മനസ്സിലായോ? കാര്യം പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ഈ പഠിക്കുന്ന പിള്ളേരെന്ന രീതിയിൽ കാണുന്ന ആൾക്കാരുമായി ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അഡ്മിഷൻസോ കാര്യങ്ങളോ എടുക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതത് യൂണിവേഴ്സിറ്റികളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫർദറായി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ MBBS അബ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും